ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് ന്യൂറോ മസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ന്യൂറോ മസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മൾ ആദ്യം നോക്കേണ്ട ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്താണെന്നാണ്. ഈ പിക്ചറിൽ നമുക്ക് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ കാണാം. Neuromuscular junction is a synaptic connection between terminal end of a motor nerve and a muscle. മോട്ടോർ നെർവിനും മസിലിനും ഇടയ്ക്കുള്ള ഒരു സിനാപ്റ്റിക് കണക്ഷനാണ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഇനി ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാൻസ്മിഷൻ നടക്കുന്നു. അതുപോലെ പല തരത്തിലുള്ള ഡിസീസ് കണ്ടീഷൻസ് ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ഡ്രഗ്സിൻ്റെയും ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് കാണിക്കുന്ന അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് നടക്കുന്ന സൈറ്റാണ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞു ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ പല കൈൻഡ് ഓഫ് ഡിസീസ് സംഭവിക്കാറുണ്ട്. അങ്ങനത്തെ ഡിസീസിനെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഡിസീസ്, ടോക്സിക് ഓർ മെറ്റബോളിക് ഡിസീസ്, കൺജെനിറ്റൽ സിൻഡ്രോം. ഇതിൽ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഡിസീസിൽ കൂടുതലും ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. എക്സാമ്പിളായിട്ട് മയസ്തീനിയ ഗ്രാവിസും ലാംബാർട്ട് ഈറ്റൺ സിൻഡ്രോമും പറയാം. മെറ്റബോളിക് പ്രോസസ്സിൽ അബ്നോർമൽ ഫങ്ഷനിങ് കാരണം ഉണ്ടാകുന്ന ഡിസീസുകളെ നമുക്ക് ടോക്സിക് മെറ്റബോളിക് കാറ്റഗറീസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ മെറ്റബോളിക് പ്രോസസ്സിന് ഉണ്ടാകുന്ന അബ്നോർമൽ ഫങ്ഷന് കാരണം ചിലപ്പോൾ ടോക്സിൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിൽ സ്നേക്ക് വെനം പോയ്സണിങ്, ബോട്ടുലിസം, ആർത്രോപോഡ് പോയ്സണിങ്, ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ് എന്നിവ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കൺജെനിറ്റൽ സിൻഡ്രംസ് ക്ലാസിഫൈ ചെയ്യുന്നത് തന്നെ അത് ജീൻ പ്രോഡക്ട്സ് എഫക്റ്റ് ചെയ്യുന്ന ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്. പ്രീ സിനാപ്റ്റിക് ആകാം, സിനാപ്റ്റിക് ആകാം, പോസ്റ്റ് സിനാപ്റ്റിക് ആകാം. പ്രീ സിനാപ്റ്റിക്കിൽ നമുക്ക് ന്യൂറോമയോട്ടോണിയെ ഒക്കെ ഇൻക്ലൂഡായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂറോമസ്കുലർ ജംഗ്ഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. ഇനി നെക്സ്റ്റ് ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. Neuromuscular blocking agents are the drugs which blocks the neuromuscular transmission at the neuromuscular junction, causing paralysis of the affected skeletal muscle. അപ്പോൾ ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എന്താണ്? ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്ന ഡ്രഗ്സ് ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷനെ ബ്ലോക്ക് ചെയ്യുന്നു. എവിടെ? അറ്റ് ദി ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. അത് കാരണം എന്ത് സംഭവിക്കുന്നു? കോസിങ് ദ പാരാലിസിസ് ഓഫ് ദി affected skeletal muscle. So these drugs are used commonly in general anesthesia and as a skeletal muscle relaxant. നമ്മുടെ ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻസിനെ നമുക്ക് അവയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എന്നും നോൺ ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എന്നും. അത് നമുക്ക് ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. നമുക്കറിയാം അസറ്റൈൽ കോളിൻ്റെ ട്രാൻസ്മിഷൻ വഴിയാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ കണ്ടക്ട് ചെയ്യുന്നത്. അത് കാരണമാണ് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതും റിലാക്സ് ചെയ്യുന്നതും, അല്ലേ? അസറ്റൈൽ കൊളിൻ പ്രീ സിനാപ്റ്റിക് നെർവ് എൻഡിങ്ങിൽ നിന്നും പോസ്റ്റ് സിനാപ്റ്റിക് അസറ്റൈൽ കൊളിൻ റിസപ്റ്ററിലോട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ കണ്ടക്ഷൻ നടക്കുന്നത്. അതുവഴിയാണ് മസിൽ കോൺട്രാക്ഷനും റിലാക്സേഷനും സംഭവിക്കുന്നത്. ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് ഈ അസറ്റൈൽ കൊളിൻ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതായത് അഗോണിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അവ സോഡിയം ചാനലിനെ ഓപ്പൺ ചെയ്ത് മസിൽ ഡീപോളറൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് കാരണം മസിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. ദ ബൈൻഡിങ് ഓഫ് ന്യൂറോമസ്കുലർ ബ്ലോക്കർ കീപ് ദ റിസപ്റ്റർ ഓപ്പൺ ഫോർ സോ ലോങ്. ന്യൂറോമസ്കുലർ ബ്ലോക്കർ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിരിക്കുന്നത് കാരണം റിസപ്റ്റർ കൂടുതൽ നേരം ഓപ്പൺ ആയിരിക്കുന്നു. അങ്ങനെ ക്രമേണ റിസപ്റ്റേഴ്സ് അസറ്റൈൽ കോളിനെ ഡീസെൻസിറ്റൈസ് ചെയ്യാൻ തുടങ്ങുന്നു. ഡീസെൻസിറ്റൈസ്ഡ് റിസപ്റ്റർ എന്ത് ചെയ്യുന്നു? പിന്നീട് അങ്ങോട്ട് വരുന്ന അസറ്റൈൽ കോളിനെ സെൻസിറ്റൈസ് ചെയ്യാതെ ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ മസിൽ റിലാക്സേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എന്താ ചെയ്തത്? ആദ്യം മസിൽ കോൺട്രാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പിന്നീട് അങ്ങോട്ട് മസിൽ റിലാക്സേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് എന്തിലോട്ട് റിസൾട്ട് ചെയ്യുന്നു? മസിൽ പാരാലിസിസിലോട്ട് റിസൾട്ട് ചെയ്യുന്നു. ഓക്കെ. Example for depolarizing blocking agents are sexamethonium and decamethonium. Next, non-depolarizing blocking agents.
നമുക്കറിയാം ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷൻ വഴിയാണ് മസിൽ റിലാക്സേഷനും കോൺട്രാക്ഷനും ഒക്കെ നടക്കുന്നതെന്ന്. ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. വെൻ അസറ്റൈൽകൊളിൻ ബൈൻഡ്സ് ടു റിസപ്റ്റർ ഇറ്റ് ഓപ്പൺസ് ദ റിസപ്റ്റർ ആൻഡ് അലോസ് ദ സോഡിയം ടു എൻറ്റർ. അസറ്റൈൽകൊളിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ റിസപ്റ്റർ ഓപ്പൺ ആകുന്നു. അതുവഴി സോഡിയം ന്യൂറോണിലോട്ട് എൻ്റർ ചെയ്യുന്നു. When the sodium enter to the neuron, its ionic charge allow the electrical signal to move from one neuron to next. സോഡിയം ന്യൂറോണിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ അയോണിക് ചാർജാണ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലോട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷനെ കുറിച്ചാണ്. തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. നോൺ ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻറ്റ്സ്. അവ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? അവ അസറ്റൈൽകൊളിൻ റിസപ്റ്ററിൽ ചെന്ന് ബൈൻഡ് ചെയ്യുന്നു. അതുവഴി നമ്മുടെ അസറ്റൈൽകൊളിൻ ന്യൂറോ ട്രാൻസ്മിറ്ററിന് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റാണ്ടാകുന്നു. അസറ്റൈൽകൊളിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തില്ലെങ്കിൽ സോഡിയത്തിന് ന്യൂറോണിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുവഴി ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷനും നടക്കത്തില്ല. ദിസ് റിസൾട്ട് ഇൻ മസിൽ റിലാക്സേഷൻ. എക്സാമ്പിൾ അട്രാക്യൂറിയം, ഡോക്സാക്യൂറിയം, വെക്കുറോണിയം, റോക്കുറോണിയം ആൻഡ് പാൻകുറോണിയം. അപ്പോൾ ഇതാണ് ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻസിൻ്റെയും നോൺ ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻസിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻസിനെ നോൺ ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻസ് എന്നും ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. നോൺ ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻസിനെ തന്നെ ക്യുറാരി ആൽക്കലോയിഡ്സ് എന്നും സിന്തറ്റിക് കോമ്പൗണ്ട്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്യുറാരി ആൽക്കലോയിഡ്സിൽ ഡ്യൂറ്റിബോകുറാറിൻ, മെറ്റോക്യൂറിൻ ഇവ രണ്ടുമാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. സിന്തറ്റിക് കോമ്പൗണ്ട്സിൽ പോകുമ്പോൾ ടെട്രാഹൈഡ്രോ ഐസോക്വിനോളിൻ ബേസ്ഡ് ഏജൻസ് എന്നും സ്റ്റിറോയിഡ് ബേസ്ഡ് ഏജൻസ് എന്നും രണ്ടായിട്ട് സിന്തറ്റിക് കോമ്പൗണ്ട്സിനെ തന്നെ ക്ലാസിഫൈ ചെയ്യാം. ടെട്രാഹൈഡ്രോ ഐസോക്വിനോളിൻ ബേസ്ഡ് ഏജൻസിൽ അട്രാക്യൂറിയം, മിവാക്യൂറിയം, ഡോക്സാക്യൂറിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിറോയിഡ് ബേസ്ഡ് ഏജൻസിൽ പാൻകുറോണിയം, വെക്കുറോണിയം, പൈക്കുറോണിയം, റോക്കുറോണിയം എന്നിവയാണ് എക്സാമ്പിൾ. ഡീപോളറൈസിങ് ബ്ലോക്കിംഗ് ഏജൻസിന് എക്സാമ്പിളാണ് സക്സിനൈൽകൊളിൻ. യൂസസ് ഓഫ് ന്യൂറോമസ്കുലർ ബ്ലോക്കേഴ്സ് ഇൻക്ലൂഡ് they facilitate endotracheal intubation, facilitate endoscopy, control convulsion by electroshock therapy in psychotic patients. Neuromuscular blockers are also used to relieve tetanus and epileptic convulsion as adjuvant in general anesthesia to induce muscle relaxation and in orthopedic surgery. These all about neuromuscular blockers.